തീർച്ചയായിട്ടും ഞാൻ ആത്മീയത എന്ന് പറയുന്ന കാര്യം ഭയങ്കര മാത്രമായ ഒരു കാര്യമാണ്. ആത്മാവിനെ തിരിച്ചറിയുക. അതിപ്പം ആത്മാവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഇപ്പം മനസ്സുണ്ടോ, മനസ്സില്ല, നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം മനസ്സിന് ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുമോ? ഇപ്പം സയന്റിഫിക്കലി എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? ഒരുപാട് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇപ്പം നമ്മളൊരു നിങ്ങളിപ്പം പ്രൊഫസർ രവിചന്ദ്രനായിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തോട് ചോദിച്ചാൽ ഇദ്ദേഹം പറയും ഒരുപക്ഷെ ഈ മനുഷ്യൻ്റെ ഇപ്പം ക്ഷേത്രങ്ങളെക്കുറിച്ചൊക്കെ പുച്ഛിച്ചേക്കാം, ഈശ്വരവിശ്വാസത്തെ പുച്ഛിച്ചേക്കാം. ഞാനിവിടെ പറയുന്നത് ഒരു മനുഷ്യൻ്റെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ, അവനെ മുന്നോട്ട് നയിക്കാൻ ഇതൊരു ഭയങ്കര അവശ്യ ഘടകം കൂടിയാണ്. ഇതില്ലാത്തതും ഉണ്ടാവാം. ഉദാഹരണത്തിന് ഇപ്പം ഞാനൊരു ദുർബല ഹൃദയനായൊരു മനുഷ്യനാണ്. എനിക്ക് കരുത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാരൊക്കെ എൻ്റെ കൂടെ വേണം. അപ്പം എനിക്ക് വിഷമം വന്നാൽ ഞാൻ കുഴഞ്ഞു വിടുന്ന ഒരാളാണെങ്കിൽ എന്നെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ വേണം. അതേസമയം എനിക്കിനി എന്തു വന്നാലും എനിക്കൊരു പ്രശ്നമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആരെയും ആവശ്യമില്ല എന്ന് പറയുന്ന കണക്കാണ് ഈ ഈശ്വരവിശ്വാസവും. മനുഷ്യൻ്റെ വ്യത്യസ്തമായ മാനസിക തലത്തിൽ അതേ കണക്ക് ഇപ്പം ഞാൻ ഈ തൊട്ടുമുമ്പ് പറഞ്ഞ ദുർബല ഹൃദയനായ ഒരുവൻ്റെ അടുത്ത് വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് അളിയാ എന്തുകൊണ്ടാണ് വിശേഷം, അവിടെ ഒന്നും സുഖമായിട്ടിരിക്കും, നിന്റെ കൊച്ചിപ്പം എന്താ വണ്ടി ഇടിച്ച് മരിച്ചപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ യുക്തിവാദികൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞാൽ വരുന്ന പ്രശ്നം പറ്റിയവരവിടെ അറ്റാക്ക് ചെയ്യാത്തവും. കാരണം ഇപ്പം ഇദ്ദേഹത്തിന് പ്രശ്നം കാണത്തില്ലായിരിക്കും. അപ്പം യുക്തിവാദിയായ പുള്ളി ചിലപ്പോൾ വിചാരിക്കും മരിച്ചോ, മരിച്ചെങ്കിൽ മരിച്ചു, മനുഷ്യനായ ജനിക്കും മരിക്കും, അതിനെന്താ പ്രശ്നം, എടുത്ത് ഏതെങ്കിലും കുഴിയിലിട്ട് അടച്ചേക്കും, ഓക്കെ. ഇത് മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങൾ ഇവിടെ ഇല്ലേ, വൈകാരികമായിട്ടുള്ള കണക്ഷൻസ് ഇല്ലേ. അപ്പൊ ഇവിടെ പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യനെന്ന് ലോകത്തെ ഏറ്റവും മികച്ച ലബോറട്ടറി ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാള്, സയൻസ് പ്രൂവ് ചെയ്തേക്കുന്നു ഇയാൾ ഫിസിക്കലി ടോട്ടലി ഫിറ്റ് ആണ്, ഒരു കുഴപ്പം പുള്ളിക്കില്ല, സയൻസ് ആണ് പ്രൂവ് ചെയ്തേക്കുന്നത്. അയാളടുത്ത് ഞാനിപ്പോൾ വിളിച്ചാണത് എന്തോ പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പം വൈഫും കൊച്ചും ആക്സിഡൻറ്റിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ശരീരം തളരും, അയാൾക്ക് വല്ലാതെ വരും. അത് ഈ പറഞ്ഞ ശരീരത്തിലെ ഒരു കുഴപ്പമില്ലാത്ത തലച്ചോറാ, ഒരു കുഴപ്പമില്ലാത്ത ഹാർട്ടാ, ഒരു കുഴപ്പമില്ലാത്ത ലിവറാ, ഇതെന്തേ ഡൗൺ ആയി പോയി? ഇത് പ്രവർത്തിച്ചോണ്ടിരിക്കുകയല്ലേ, ഇത് എന്തേ ഡൗൺ ആയി? ഇതിനെ ആരാ ഡൗൺ ആക്കിയത്? ഈ ഒരൊറ്റ മൊമെന്റിൽ ഒരു ചിന്ത, ഒരൊറ്റ ഫോൺ കോളിന് സയൻസിന് അല്പം മുമ്പ് സർട്ടിഫൈ ചെയ്ത പൂർണ്ണ ആരോഗ്യവാനായ ഒരുവന്റെ ശരീരത്തിനെ തളർത്തിക്കളയാമെന്നുള്ളത് ഒരൊറ്റ ഫോൺ കോളിൽ നമുക്ക് ചെയ്യാമെങ്കിൽ ഒരമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നിയാൽ ഒരുത്തിന് മുന്നോട്ട് പോകാനും പറ്റും. ഇവന്റെ ശരീരവും അതിനനുസരിച്ച് വർക്ക് ചെയ്യും.